നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇവനുള്ള കൊട്ടേഷൻ ആണെങ്കിൽ അപ്പ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ നിങ്ങളെ സഹായിക്കും. എനിക്കിട്ട് പണിതവനായവൻ, അവനിട്ടൊരു മുട്ടം പണി കൊടുക്കാൻ വഴി ആലോചിച്ചിരിക്കുക ഞാൻ. പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവനെ തീർക്കണം. അതാണ് ഞങ്ങളുടെ ജോലി. ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. അന്വേഷിച്ചപ്പോ ഏതോ ശക്തികൾ ഇവനെ സംരക്ഷിക്കുന്നുണ്ട്. അതിന്റെ പരിധിയിൽ നിന്ന് ഇവനെ മാറ്റിക്കിട്ടണം. നീ വിചാരിച്ചാൽ അത് നടക്കും. ഞാൻ വിചാരിച്ചാൽ ഇവനെയോ? ഇവൻ എന്നെ കണ്ടാലേ അപ്പ തല്ലും. നീ അവനെ കാണണ്ട, പക്ഷേ അവനെ വരുത്താനാകും. നിന്റെ ആ ചേച്ചിയില്ലേ, ആ പൂക്കട നടത്തുന്ന കുട്ടി, അവളും ഇവനും തമ്മിൽ വലിയ അടുപ്പത്തിലാണ്. അവള് പറഞ്ഞ ഇവൻ എന്തും ചെയ്യും. ചേച്ചിക്ക് ഇവനോട് അത്ര വലിയ അടുപ്പമുള്ളതായിട്ടൊന്നും എനിക്കറിയില്ല. നിന്റെ ചേച്ചിക്ക് അവനോട് എത്ര അടുപ്പമുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവൻ അവളെ ജീവനാണ്. അവൻ ഇവിടെ വന്ന് താമസിക്കുന്നത് തന്നെ അവൾക്ക് വേണ്ടിയാണ്. പക്ഷെ ചേട്ടാ, ഇതൊന്നും എനിക്കറിയില്ലല്ലോ. അതെ, നിനക്കറിയില്ല. പക്ഷേ വേറെ ചിലർക്കൊക്കെ അറിയാം. അവരാ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ചേച്ചി പറഞ്ഞാൽ അയാൾ കേൾക്കുമെങ്കിൽ ചേച്ചിയെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. ആ പെൺകുട്ടി പറഞ്ഞാൽ അവൻ അനുസരിക്കും. അത് ഞങ്ങൾക്ക് ഉറപ്പാ. നീ ആ പെൺകുട്ടിയെ കൊണ്ട് അവനോട് സംസാരിപ്പിച്ച് അവനെ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരണം. അവനെ അവിടെ കിട്ടിയാൽ ബാക്കി കാര്യം ഞങ്ങളേറ്റു. ഇവനെ എത്തിച്ചു തരുന്ന കാര്യം ഞാനും ഏറ്റു. ശരി. ഹലോ ചേട്ടാ, എത്ര ദിവസമായി? ഒന്ന് വിളിച്ച പോലും ഇല്ലല്ലോ. അവിടെ ചെന്നാൽ അങ്ങനെയാ. അമ്മ ഓരോന്ന് ചോദിച്ചും പറഞ്ഞും എപ്പോഴും അടുത്തുണ്ടാവും. പിന്നെ മുത്തശ്ശിക്ക് എന്നെ വലിയ കാര്യ. അമ്മയുടെ ഒറ്റ മോനാ? എന്നിട്ടാണോ അവരെയൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ ഇവിടെ വന്ന് കിടക്കുന്നത്? എല്ലാ കാലത്തും അവരുടെ കൂടെ നിൽക്കുന്നതില് ഒരു ത്രില്ലില്ലേ. കുറച്ചൊക്കെ മാറി നിൽക്കുമ്പോ അതിന്റെ രസവും സുഖവും ഒക്കെ അനുഭവിക്കുന്നതിന്റെ ഒരു ത്രില്ലുണ്ടല്ലോ. അത് മാറി നിന്നാലേ അറിയാൻ പറ്റൂ. ശരിയായിരിക്കും. നമുക്കൊക്കെ അങ്ങനെ മാറി നിന്ന് ത്രില്ലടിക്കാനുള്ള വിധിയില്ലല്ലോ. ചേട്ടാ, നമ്മുടെ സ്ഥിരം കസ്റ്റമറാ, എല്ലാം ശരിയായിട്ട് കൊടുക്കണേ. അത് ഞാൻ നോക്കി ചെയ്തു കൊടുത്തോളാം. എന്തായാലും ചേട്ടൻ തിരിച്ചു വന്നല്ലോ, അത് നന്നായി. അമ്മ നിർബന്ധിച്ച് വിളിച്ചിട്ടാ പോയെന്നറിഞ്ഞപ്പോ ചേട്ടൻ തിരിച്ചു വരില്ല എന്ന് പോലും ഞാൻ വിചാരിച്ചു. ചേട്ടന്റെ ഈ ലുക്കും ആറ്റിറ്റ്യൂഡും ഒക്കെ എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. സന്ദീപ്, തന്നെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ചേട്ടാ, ഇത്തവണ ഞാൻ ട്രെയിനിന് പോന്നു. ബൈന്ദൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ് പിടിച്ചിങ്ങ് പോന്നു. വലിയ കഷ്ടപ്പാടായിട്ടാ. ശരിക്കും അവിടെ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ഒരു ബസ് വിടേണ്ടതാ. ഉയ്യോ, അങ്ങ് ജംഗ്ഷൻ വരെ നടന്നു വന്ന് ബസ് പിടിച്ചെന്നോ? ഏതായാലും യാത്ര ചെയ്ത് വന്നതല്ലേ, പോയി നന്നായി കുളിച്ച് റെസ്റ്റ് എടുക്ക്. ഒന്ന് ഉറങ്ങിയിട്ട് കുളിച്ചിട്ടൊക്കെ വാ. ശരി ചേട്ടാ. മോളെ, അവനേതോ ഒരു അന്യനാട്ടുകാരനാ. അവനെ കുറിച്ച് വലുതായിട്ടൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പുറമേ കാണുമ്പോഴും പെരുമാറ്റത്തിലുമൊക്കെ നല്ലവനാണെന്ന് തോന്നും. പക്ഷേ ഒരിക്കലും അവരുടെ ഉള്ളിലെന്താണെന്ന് നമുക്കറിയാൻ കഴിയില്ല. അതുകൊണ്ട് അവനോട് മാത്രമല്ല, വരുന്നവരോടും പോകുന്നവരോടുള്ള ഈ കളിചേരി വർത്തമാനങ്ങൾ മോളങ്ങ് അവസാനിപ്പിക്കണം. അയ്യേ, ഈ അച്ഛൻ ഇത് ഏത് കാലത്താ ജീവിക്കുന്നേ? ആണും പെണ്ണും മതിലും വേലിയും ഒക്കെ കെട്ടി അതിനപ്പുറത്തും ഇപ്പുറത്തും നിന്ന കാലമൊക്കെ കഴിഞ്ഞുപോയ അച്ഛ. ആണും പെണ്ണും ഒക്കെ തുല്യരാ.
തുല്യതയുടെ കാലമാ. സ്നേഹത്തിനും സൗഹൃദത്തിനും വേലുകെട്ടില്ലാത്ത പുത്തൻ കാലത്താണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. അതിന് വേലുകെട്ടാൻ നോക്കണ്ട. എന്തായി കാണിച്ച്